കേട്ടോക്ക് ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു. അൽഹംദുലില്ലാഹ് സുഖമാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്താന്ന് വെച്ചാല് ഓഗസ്റ്റ് 8 എന്റെ അബ്ദുള്ളാന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അബ്ദുള്ളാന്റെ ബർത്ത്ഡേ ആണ്. ഇവിടെ ഉണ്ട് അബ്ദുള്ള കേട്ടോ. അപ്പൊ അബ്ദുള്ളാന്റെ ബർത്ത്ഡേയുടെ ഷോപ്പിംഗ് ആണ് ഇന്ന് കേട്ടോ. അപ്പം നമ്മൾ വേണ്ട കുളിയെല്ലാം കഴിഞ്ഞ് ഷെഫി ഓൾറെഡി റെഡി ആയി. ഇനി എനിക്കും അബ്ദുള്ളയ്ക്കും റെഡി ആവണം. അപ്പം നമുക്ക് ഇന്ന് നമ്മൾ സിറ്റി സെന്ററിലോട്ടാണ് പോകുന്നത്. അപ്പൊ അവിടെ നിന്ന് അബ്ദുള്ളയ്ക്ക് ഡ്രസ്സ് വാങ്ങണം. കൂട്ടത്തിൽ ഞങ്ങൾക്കും വാങ്ങുന്നുണ്ട്. പിന്നെ കുറച്ച് മുട്ടായി ഒക്കെ വാങ്ങണം കേട്ടോ. അപ്പൊ നമുക്ക് റെഡി ആയിട്ട് വരാം. സിറ്റി സെന്ററിലോട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാരും റെഡിയായി. അബ്ദുള്ള നമുക്ക് പോവാം. അപ്പൊ നമ്മള് സിറ്റി സെന്ററിലോട്ട് പോവാണ്. അപ്പൊ സിറ്റി സെന്ററിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. നമ്മള് ഉടുപ്പ് ഓടിക്കാൻ പോലും ആദ്യം ഞങ്ങളാണെങ്കിൽ അബ്ദുള്ളേന്റെ ബർത്ത്ഡേ നടത്തുന്നില്ല എന്ന് കരുതിയതായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു അമ്മാനു നാട്ടിൽ പോകാനെല്ലാം പ്ലാൻ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് 1-2 ബർത്ത്ഡേ ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ളവരുടെ കേട്ടോ. അപ്പോൾ അവരുടെ മക്കളുടെ ബർത്ത്ഡേക്ക് പോയപ്പോൾ ഉണ്ടല്ലോ, അന്നേരമാണെങ്കിൽ അബ്ദുള്ളയ്ക്കും ബർത്ത്ഡേ നടത്തണം. അങ്ങനെ അബ്ദുള്ള എൻ്റെ അടുത്ത് ചുമ്മാ എൻ്റെ ബർത്ത്ഡേ നടത്തുമോ. ചെറിയ എനിക്ക് തോന്നുന്നു 4 വയസ്സിലാണെന്ന് തോന്നുന്നു നാട്ടിൽ വെച്ചൊരു ബർത്ത്ഡേ വലിയ ഗ്രാൻഡായിട്ട് നടത്തിയിരുന്നു കേട്ടോ. പിന്നെ 2 വയസ്സിൻ്റെ നടത്തി. പിന്നെ അങ്ങനെ നടത്തിയിട്ടേ ഇല്ല. അപ്പോൾ ഇപ്പോൾ 6 വയസ്സാവുക മോന്. അപ്പം ആളിനാണെങ്കിൽ എല്ലാവരെയും വിളിച്ച് ബർത്ത്ഡേ ഒക്കെ നടത്തുന്നതും കുറേ ഗിഫ്റ്റ് കിട്ടുന്നതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെയാണ് നമ്മൾ നടത്താൻ തീരുമാനിച്ചത്. ഓഗസ്റ്റ് 8 മോൻ ജനിച്ചത്. അപ്പം ഫ്രൈഡേയിലാണ് കേട്ടോ. ഇപ്പോൾ ഇത്തവണ ഓഗസ്റ്റ് 8 വരുന്ന ഫ്രൈഡേയിലാണ്. അപ്പോൾ ഫ്രൈഡേ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് കേക്ക് കട്ടിങ് പറഞ്ഞത്. നമ്മുടെ അടുത്തുള്ള കുറച്ച് ഫ്രണ്ട്സിനെ മാത്രമേ വിളിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ മനാമയിലുള്ള റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് നടത്തുന്നത്. അപ്പോഴാണെങ്കിൽ ഇയാൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ സിറ്റി സെൻറ്ററിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ സിറ്റി സെൻറ്ററിൽ പോയാൽ കുറേ ഷോപ്പുകളുണ്ടല്ലോ. അപ്പോൾ അതിനകത്തെല്ലാം കയറി ഇറങ്ങി ഇങ്ങനെ നോക്കണം. ഇയാൾക്ക് പിന്നെ സ്പൈഡർമാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇയാളുടെ ഫേവറേറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് സ്പൈഡർമാനാണേ. അപ്പം സ്പൈഡർമാൻ്റെ തീമിലുള്ള കേക്കും ബലൂണും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോയി കുറേ കടകളിൽ കയറി ഇറങ്ങുവാണ് അബ്ദുള്ളയ്ക്ക് ഡ്രസ്സ് വാങ്ങാൻ. അപ്പം ആദ്യം നമ്മൾ സെൻട്രൽ പോയിന്റിലാണ് പോയത്. സെൻട്രൽ പോയിന്റിൽ പോയപ്പോൾ ഞാനാണെങ്കിൽ കുറേ എനിക്ക് പറ്റിയ ഡ്രസ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേക്ക് ഡ്രസ്സുകളെല്ലാം കൊള്ളാം, പക്ഷേ ബർത്ത്ഡേക്ക് പറ്റിയ ഡ്രസ്സായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ എല്ലാം ഒന്ന് എടുത്തെടുത്ത് നോക്കുമ്പം ഒരു സന്തോഷം. പ്രത്യേകിച്ച് എനിക്ക് ഈ വൈറ്റിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ വൈറ്റും ബ്ലാക്കും. അങ്ങനെ അത് 1-2 ഡ്രസ്സ് നോക്കിയപ്പോൾ ഷെവി പറഞ്ഞു നല്ല ഭംഗിയുണ്ടെന്ന്. ഭംഗിയുണ്ട്, പക്ഷേ ബർത്ത്ഡേക്ക് പറ്റൂലല്ലോ. അപ്പോൾ ഒന്നും എടുത്തില്ല. അങ്ങനെ അതെല്ലാം ഒന്ന് ഇട്ട് വെച്ചൊക്കെ നോക്കുമ്പോൾ ഒരു മനസ്സമാധാനം കേട്ടോ. അങ്ങനെ അതെല്ലാം കുറേ നോക്കി. അങ്ങനെ സെൻട്രൽ പോയിന്റിൽ അബ്ദുള്ളയ്ക്ക് ഡ്രസ്സ് നോക്കിയപ്പോൾ അവിടെ ഒന്നും ഓക്കെ ആയിട്ടില്ല. അതിനുശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത പിന്നെ ലെഫ്റ്റ് ഐസിൽ പോയി. അവിടെ പോയപ്പോഴും എല്ലായിടത്തും പോയപ്പോൾ സ്പൈഡർമാൻ്റെ ഒരു ഡ്രസ്സാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അവിടെയൊക്കെ ആണെങ്കിൽ അവിടെയും വൈറ്റ് ഷർട്ടും ബ്ലാക്ക് ഷർട്ടും അങ്ങനെയൊക്കെയുള്ളതുണ്ട്. പക്ഷേ ഈ റെഡോ അല്ലെങ്കിലും ഈ ഒരു നെവി ബ്ലൂ ആണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ നോക്കി കുറേ ഷോപ്പുകൾ കയറി ഇറങ്ങി നമ്മളൊരു സമയം എടുത്തു കേട്ടോ. അപ്പോൾ അമ്മാൻ കൂടി ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. കാരണം അമ്മാനിക്ക് ഇഷ്ടമല്ല ഇത്രയും കയറി ഇറങ്ങുന്നത്. സാധാരണ ഞങ്ങൾ സിറ്റി സെൻറ്ററിൽ പോകാറുമ്പോൾ ഇത്രയും കയറി ഇറങ്ങി അമ്മാൻ്റെ അടുത്ത് പറയും ഞാൻ വരുന്നില്ല ഇങ്ങോട്ട് ഷോപ്പിങ്ങിനെന്ന് പറയും കേട്ടോ. കാരണം അവനിക്ക് ഇഷ്ടമല്ല ഇത്രയും നമ്മൾ ലേറ്റ് ആവുന്നത്. അങ്ങനെ നോക്കി ഇറങ്ങി അവസാനം നമുക്കൊരു ഷോപ്പിൽ നിന്ന് പിന്നെ അബ്ദുള്ളയ്ക്ക് വേണ്ട ഡ്രസ്സ് കിട്ടി കേട്ടോ. സമാധാനമായി. അങ്ങനെ ഒരു റെഡ് ടീഷർട്ടാണ് വാങ്ങിച്ചത്. അതിനകത്താണെങ്കിൽ സ്പൈഡർമാൻ്റെ ഒരു തീം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ആളുടെ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഒരു ഡ്രസ്സും ഷൂവും അതിൻ്റെ ചേരുന്ന ഷൂവും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോഴത്തേന് അവനാണെങ്കിൽ ഭയങ്കര ഐസ്ക്രീം വേണം കേട്ടോ. ഭയങ്കരമായി ദാഹിക്കുന്ന എനിക്ക് ഐസ്ക്രീമോ ജ്യൂസോ വേണമെന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത് പിന്നെ ആണെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ബലൂണും അതുപോലെ ചോക്ലേറ്റും ഒക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ ഇതിലെടുത്തില്ല കേട്ടോ. കാരണം കുറേ നേരം ഇങ്ങനെ ഷെവിക്കാണെങ്കിൽ ഭയങ്കര മടിയാണ് കേട്ടോ. കാരണം സാധാരണ നമ്മളിങ്ങനെ പോകുമ്പം അപ്പൂസാണ് നമുക്ക് വീഡിയോ എടുത്ത് തരുന്നത്. ഇപ്പോൾ വീഡിയോ എടുക്കാനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ അറബിക് ഷോപ്പാണല്ലോ. അപ്പം ആളിന് ഭയങ്കര മടിയാണ്. അപ്പോൾ കുറച്ച് പോർഷൻസൊക്കെ ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ചൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്ത് വിട്ടു കേട്ടോ. അങ്ങനെയാണെങ്കിൽ അബ്ദുള്ളേൻ്റെ ഡ്രസ്സ് എടുത്തു. അതിനുശേഷം നമ്മൾ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ നമ്മൾക്കാണെങ്കിൽ ഫുഡ് കോർട്ടിൽ പോകണം കേട്ടോ. അപ്പോഴത്തേനും നമ്മളൊരു പരുവായി ഒരുപാട് നടക്കാനുണ്ട് സിറ്റി സെൻറ്ററിൽ കേട്ടോ.
അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് കോർട്ടിൽ വന്ന് അപ്പോൾ നമ്മൾ ഹർദീസിൻ്റെ 2 ബർഗറായിരുന്നു വാങ്ങിച്ചത്. അബ്ദുള്ളയ്ക്കാണെങ്കിൽ അൽബേക്കിൻ്റെ നഗറ്റ്സും വാങ്ങിച്ച് അങ്ങനെ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ അബ്ദുള്ളയ്ക്കാണെങ്കിൽ അവിടെ കളിക്കുന്ന ഏരിയ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ പോയിട്ട് അബ്ദുള്ള കുറേ കളിക്കാനൊക്കെ പോയി. അതിന് ശേഷമാണെങ്കിൽ ഷെവിക്ക് ഷർട്ട് വാങ്ങിയില്ലായിരുന്നു കേട്ടോ. ഷെവി ആദ്യം പറഞ്ഞു എനിക്ക് ഷർട്ട് വേണ്ടെന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഷെവി വാങ്ങുമ്പോൾ എല്ലാവർക്കും വാങ്ങണ്ടേ, കുറേ ഫ്രണ്ട്സൊക്കെ വരുന്നതല്ലേ. അങ്ങനെ ഷെവി എങ്ങനെയെങ്കിലൊക്കെ ഭയങ്കര പാടാണ് ഷെവിക്ക് ഷർട്ട് എടുത്ത് കൊടുക്കാൻ കേട്ടോ. എന്തെടുത്ത് കൊടുത്താലും എടുത്ത് പറയും എനിക്ക് വേണ്ട എന്നുള്ളൊരു മൈൻഡാണ്. എൻ്റെ അടുത്ത് പറയും എനിക്കുണ്ട് പഴയറുണ്ട് ഞാൻ അതിട്ടുള്ളൂ. അങ്ങനെയാണ് എപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ ഞാൻ നിർബന്ധിച്ച് ഒരു ഷർട്ടൊക്കെ ഷെവിക്ക് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഷർട്ടൊക്കെ വാങ്ങി നമ്മൾ അവിടെ നിന്നൊരു കോഫിയൊക്കെ കുടിച്ച് ആണെങ്കിൽ വേറെന്താ ഇങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ അബ്ദുള്ളാൻ്റെ മുടി വെട്ടാൻ പോകണം. അങ്ങനെ ചെറിയ 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പം കേക്കിൻ്റെ ഓർഡർ കൊടുക്കാൻ വേണം. കേക്കിൻ്റെ ഓർഡർ കൊടുത്തിട്ടില്ല. ഇങ്ങനെ കുറേ വിശേഷങ്ങളുണ്ട്. പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ് എല്ലാം നാട്ടിലാണ് കേട്ടോ. അവരൊക്കെ നാട്ടിലിപ്പോൾ ലീവിന് പോയിക്കുന്നതുകൊണ്ട് കുറച്ച് പേരേ ഉള്ളൂ. അപ്പം അബ്ദുള്ളാൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവരെയും കാണാം. അപ്പം പിന്നെ ചെറിയൊരു സങ്കടമുണ്ട്. ഇപ്പോൾ ഇത്തവണത്തെ ബർത്ത്ഡേക്കാണെങ്കിൽ അപ്പൂസ് ഇല്ല കേട്ടോ, അമാനും ഇല്ല. കാരണം അവനില്ലാത്ത ആദ്യത്തെ ബർത്ത്ഡേ ആണ് അവന്. ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടുമ്പോൾ അന്നേരം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഓടിപ്പോയി നോക്കുമോ കേട്ടോ. എന്നെ വിളിച്ചിട്ട് പറയും ഉമ്മ നിങ്ങൾ അവിടെ പോയില്ലേ ഇവിടെ പോയില്ലേ, ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു സങ്കടമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രൈഡേ ആകുമ്പോഴത്തേന് ഇപ്പോൾ ഓൾറെഡി മൺഡേ ആയി കേട്ടോ. മൺഡേ കഴിഞ്ഞിപ്പം അവൻ പോയിട്ടിപ്പോൾ 1.5 ആഴ്ച ആവുന്നു. ഇപ്പോൾ അടുത്ത മൺഡേ ആകുമ്പോഴത്തേന് 2 ആഴ്ച ആവുന്നു. ദിവസങ്ങൾ വളരെ പെട്ടെന്ന് പോയാൽ മതി എന്നുള്ളൊരിതാണ് കേട്ടോ. സെപ്റ്റംബർ 5 ആൾ വരുന്നത്. എൻ്റെ ബർത്ത്ഡേയുടെ ഡ്രസ്സ് ഞാനിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ഇവിടെ നല്ല ഡ്രസ്സ് എടുത്തത്, ഞാൻ മനാമയിൽ നിന്നാണ് ഡ്രസ്സ് എടുത്തത്. സാരിയാണ് കേട്ടോ. അപ്പോൾ സാരി ബർത്ത്ഡേയുടെ അന്ന് എന്തായാലും സർപ്രൈസായിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഇത്രയ്ക്കായിരുന്നു ഞങ്ങളുടെ ബർത്ത്ഡേയുടെ കുഞ്ഞ് വ്ളോഗ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ബർത്ത്ഡേയുടെ വ്ളോഗുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരോടും ടാറ്റാ.